വടക്കൻ ഇസ്രായേലി പട്ടണങ്ങളിൽ ഹിസ്ബുള്ളയുടെ വൻതോതിലുള്ള റോക്കറ്റ് ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ തീവ്രത ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇസ്രായേൽ സൈനിക താവളങ്ങളിൽ നിന്നും മാറി പട്ടണ പ്രദേശങ്ങളിലേക്ക് റോക്കറ്റുകൾ അയക്കുകയും അവിടെയുള്ള കെട്ടിടങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിന് വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയാണ് വടക്കൻ ഇസ്രായേലിലെ കിര്യത്ത് സ്മോണയെ ലക്ഷ്യമാക്കി ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിലൂടെ നൽകിയത് എന്നാണ് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. ലോകത്തെ ഏറ്റവും കാര്യക്ഷമമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന ഇസ്രായേലിന് ഈ റോക്കറ്റ് ആക്രമണങ്ങൾ മുഖേന സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ വലിയ നാണക്കേടും ഞെട്ടലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലബനൻ അതിർത്തി ഗ്രാമമായ ഫ്രൗണിലെ എമർജൻസി വർക്കർമാരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരെ ഡസൻ കണക്കിന് ഫലക് റോക്കറ്റുകൾ അയച്ചുകൊണ്ട് നൽകിയത് എന്നാണ് ഹിസ്ബുള്ള വെളിപ്പെടുത്തിയത്. ഇറാൻ നിർമ്മിത ഫലക് 2 റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയത്. ആക്രമണങ്ങൾക്കും പ്രതിരോധങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഫലക് 2 റോക്കറ്റുകൾ ടാങ്ക് വ്യൂഹങ്ങളെയും ബങ്കറുകളെയും നശിപ്പിക്കുവാനും ശക്തിയുള്ളതാണ്. സാധാരണ ഹിസ്ബുള്ള ലക്ഷ്യം വെക്കുന്നത് സൈനിക താവളങ്ങളെയാണെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുമ്പോൾ തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നത് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകളെയും പോരാളികളെയുമാണെന്ന് ഇസ്രായേലും പറയുന്നു. തെക്കൻ ലബനാനിലെ ഹ്യൂമാനിറ്റേറിയൻ സേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 3 ഉദ്യോഗസ്ഥന്മാരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയത്. ഇത്തരത്തിൽ മാനുഷിക സേവനങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയെന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക മൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് പ്രസ്താവിച്ച ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ തീവ്രത ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ലബനൻ ഇസ്രായേൽ അതിർത്തിയുടെ ഇരുവശങ്ങളിൽ നിന്നും 10,000-കണക്കിന് ജനങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പട്ടണത്തിൽ ചെന്ന് പതിച്ച ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സൃഷ്ടിച്ചെങ്കിലും ആളപായങ്ങളൊന്നും ഉണ്ടായതായി ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. രാത്രി മുഴുവനും നീണ്ടുനിന്ന ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. ഇതിനു മുമ്പും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് കിര്യത്ത് സ്മോളയിൽ നിന്നും വൻതോതിൽ ആളുകൾ ഒഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ലാർജ് സ്കെയിലിലുള്ള യുദ്ധം തന്നെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ ഫലക് കത്യൂഷ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഏറ്റവും കാര്യക്ഷമമെന്ന് അവകാശപ്പെടുന്ന അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേൽ മണ്ണിൽ പതിക്കുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ്. കേവലം 10 മുതൽ 15 കിലോമീറ്റർ വരെ മാത്രം ദൂരപരിധിയുള്ള ചെറിയ റോക്കറ്റുകളുടെ പട്ടികയിൽ വരുന്ന ഫലക് റോക്കറ്റുകളെ പോലും പൂർണ്ണമായും തടുത്തു നിർത്തുവാൻ സാധിക്കാത്ത ഇസ്രായേൽ സൈന്യത്തിന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരപരിധിയുള്ള ടൺ കണക്കിന് ബോംബുകളും വഹിച്ചു വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ എങ്ങനെ പ്രതിരോധിക്കും എന്നത് ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ ചോദ്യമാണ്.